ആദ്യം NDAയുടെ ക്യാമ്പിൽ നടക്കുന്ന വാർത്തകൾ നമുക്ക് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ജൂൺ 8 നടത്തുവാൻ വേണ്ടി ഇപ്പോൾ BJP ആലോചിക്കുന്നു എന്നതാണ്. നേരത്തെ ജൂൺ 9 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയതിനു ശേഷം ഡൽഹിയിലെ കർത്തവ്യപഥിൽ വലിയൊരു സാംസ്കാരിക സമ്മേളനം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക മീറ്റിംഗ് കൂടി നടത്തുവാനായിരുന്നു പാർട്ടി ആദ്യം ആലോചിച്ചിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന പല ചർച്ചകൾ, മറുചർച്ചകൾ, ഇതൊക്കെ കാരണം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് 8-ാം തീയതിയിലേക്ക് നടത്തുവാൻ വേണ്ടി ഇപ്പോൾ BJP ആലോചിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 4 മണിക്ക് ചേരുന്ന NDA യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള NDAയുടെ ഒരു പ്രമേയം പാസ്സാക്കുന്നതായിരിക്കും. ആ പ്രമേയത്തിന് ശേഷം NDA നേതാക്കൾ ഒപ്പിട്ട പിന്തുണ സംബന്ധിച്ച കത്ത് രാഷ്ട്രപതി ഭവന് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് രാഷ്ട്രപതിയാണ് ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഉള്ള ക്ഷണം നൽകേണ്ടത്. പക്ഷേ അതിനു മുമ്പായി ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ വിവിധ മന്ത്രിമാർ വിവിധ പാർട്ടികൾ തങ്ങളുടെ പിന്തുണ നൽകുന്നതിന് പകരമായി BJPക്ക് മുമ്പേ വമ്പൻ ഡിമാൻഡുകൾ വയ്ക്കുന്നു എന്നതാണ്. TDP ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പീക്കർ പദവി, ഇതിനു പുറമെ 3 ക്യാബിനറ്റ് പദവികളും 2 സഹമന്ത്രി പദവികളും, അതായത് മൊത്തം 5 മന്ത്രിസ്ഥാനമാണ് TDP ഇപ്പോൾ BJPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് TDP വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ മന്ത്രിസ്ഥാനത്ത് തന്നെ 2 മന്ത്രി പദവികളിൽ സംബന്ധിച്ച TDPയുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ധനകാര്യം അല്ലെങ്കിൽ പ്രതിരോധം ലഭിക്കണമെന്നാണ് ആവശ്യം. അതിനോടൊപ്പം തന്നെ IT വകുപ്പ്, കാരണം ഹൈദരാബാദിന്റെ ഈ IT വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് IT വകുപ്പ് തങ്ങൾക്ക് വേണമെന്നൊരാവശ്യവും TDP ഇപ്പോൾ BJPക്ക് മുമ്പാകെ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന ഏകനാഥ് ഷിൻഡെ 1 ക്യാബിനറ്റ് മന്ത്രി പദവിയും 2 സഹമന്ത്രി പദവിയുമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും നിർണായകമായ ഏതെങ്കിലും പദവി, ക്യാബിനറ്റ് മന്ത്രി പദവി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഗ്രാമവികസനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അദ്ദേഹം ആവശ്യപ്പെടുമെന്നാണ് ലഭിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാരിന് അല്ലെങ്കിൽ NDAക്ക് മുന്നിൽ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു വിലപേശലിന്റെ പാതയിലേക്ക് എത്തുമ്പോൾ ഒരു ആദ്യ അനുഭവമായി അത് മാറുകയാണ് മോഡിയെ സംബന്ധിച്ചോളം. അപ്പോൾ എങ്ങനെയായിരിക്കാം ഇതിൻ്റെ ആശയവിനിമയം നടക്കുക? ഈ JDUവിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എങ്ങനെ ഉണ്ടാകാം? ഈ വിലപേശലിന് നിന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെ എത്തുകയാണോ, അതല്ല മറ്റേതെങ്കിലും പദവികളൊക്കെ കൊടുത്ത് NDAയുമായി ബന്ധപ്പെട്ടൊക്കെ അന്യ നീക്കങ്ങൾ മറുവശത്ത് എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ BJP ക്യാമ്പ്? പ്രതീക്ഷ, ഈ അണിയറയിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ അത് പറയുന്നതിന് മുമ്പ് ബീഹാർ പാർട്ടികളുടെ ഒരു ആവശ്യം കൂടി പറയേണ്ടതായുണ്ട്. 3 ക്യാബിനറ്റ് പദവിയാണ് ബീഹാറിൽ നിന്ന് JDU ആവശ്യപ്പെടുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ റെയിൽവേ വകുപ്പ് വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ റെയിൽവേ വകുപ്പ് തങ്ങൾക്ക് നൽകണമെന്ന് ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും BJPക്ക് മുമ്പാകെ ആവശ്യം അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ഫലത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഘടകകക്ഷികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് വലിയ ഡിമാൻഡുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ BJP നേതൃത്വം കൈകാര്യം ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 33 MLAമാരുടെ കുറവ്, ഈ കേവല ഭൂരിപക്ഷത്തിന് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പല പാർട്ടികളുടെയും അഭിപ്രായം അല്ലെങ്കിൽ ആവശ്യം പൂർണ്ണമായും അവർക്ക് നിരാകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് ഇന്ന് ഈ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അതുപോലെ തന്നെ RJD നേതാവ് തേജസ്വി യാദവും പട്നയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന വഴി ഇരുവരും ചർച്ച നടത്തിയത് വലിയ കൗതുകമുയർത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഉപമുഖ്യമന്ത്രി പദവി നൽകിക്കൊണ്ട് ഈ നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിന് ഒപ്പം നിർത്തുന്നതിനുള്ള നീക്കങ്ങൾ ഈ ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് ഈ യാത്രക്കിടയിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അടുത്ത ഊഴം ബാലുവിലേക്ക് എത്താം. ഇനി ഉള്ള നിമിഷങ്ങളിൽ എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടത് ആയതുകൊണ്ട് എന്തായാലും നമുക്ക് നേരത്തെ ബാലു പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കാം ഈ സർക്കാർ നേരിടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളികൾ, നീക്കങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ഈ സർക്കാർ രൂപീകരണത്തിലെ ചില നൂലാമാലകൾ BJPക്ക് മുന്നിലേക്ക് എത്തുന്നത്. അവിടെയാണ് ഈ ഘടകകക്ഷികൾ. നമുക്ക് നോക്കാം വളരെ പ്രധാനപ്പെട്ട ഈ ഘടകകക്ഷികളുടെ ഒരു സാന്നിധ്യം എന്നുള്ളത് വളരെ പ്രധാന. നിതീഷും
നായിഡുവും നിർണായകമാണ്. സമ്മർദ്ദങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിലപേശൽ തന്ത്രം മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആ രീതിയിലേക്ക് മോദിയെ സംബന്ധിച്ചോളം മോദിയിലേക്കാണ് വരുമ്പോൾ അങ്ങനെ ഒരു സഹമന്ത്രിമാരുടെ അല്ലെങ്കിൽ ക്ഷമിക്കണം ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വിലപേശൽ ഡിമാൻഡ് നേരിടേണ്ടി വരുന്നത് ആദ്യമാണ്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എന്തായാലും ഈ സർക്കാരിനെ സംബന്ധിച്ചോളം സാധ്യമാകില്ല. കാരണം ഒരു കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്ലാറ്റ്ഫോം NDAയുടേതായിട്ടുണ്ടാകും. അങ്ങനെ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുന്നു എന്ന തരത്തിലേക്കുള്ള മുൻകാല അനുഭവങ്ങൾ എന്തായാലും വരാൻ പോകുന്നില്ല. പ്രഖ്യാപിത നയങ്ങളിലും മാറ്റം വേണ്ടി വരും. കാരണം മുൻപൊക്കെ ഈ NDA എന്ന് പറയുമ്പോൾ ഒരു നയത്തിലടിസ്ഥാനമായി മുന്നോട്ട് പോകുന്ന ഒരു ഫോറമാണ്. അപ്പോൾ ഈ ഭരണത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അത്തരത്തിലുള്ള നയത്തിൻ്റെയൊക്കെ തന്നെ ഇടപെടലുകളും വിശകലനങ്ങളും ഒക്കെ തന്നെ സമീപ ഭാവിയിൽ എന്തായാലും മോദി സർക്കാരിനെ സംബന്ധിച്ചോളം നേരിടേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നീട് ഹിന്ദി ഹൃദയഭൂമിയിലെ ആഘാതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. ഇതാണ് തിരിച്ചടിയായി മാറിയത് എന്നുള്ളതാണ് ഇതിൻ്റെ ആഘാതം. UP-യിലടക്കമുള്ള സീറ്റുകളിൽ വന്ന വലിയ ചോർച്ച, ദളിത് വോട്ടുകൾ കോൺഗ്രസിന് പോയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദളിതരുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ തന്നെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൂടി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പ്രീണനങ്ങൾ ഉണ്ടായിട്ട് കൂടി അത് ബോധ്യപ്പെടുത്താനായിട്ടില്ല. ദളിതരുടെ വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസ് ക്യാമ്പുകളിലേക്ക് പോയി. പിന്നാക്ക മണ്ഡലങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് ഒപ്പം നിന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടന പൊളിച്ചെഴുതുമെന്ന ഒരു ഭയം ഒരുപക്ഷേ ഒരു നരേറ്റീവ് ആ രീതിയിൽ സൃഷ്ടിക്കാൻ എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷത്തിനുമായിട്ടുണ്ട്. മോദി വീണ്ടും വരികയാണെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതിപക്ഷ സംബന്ധിച്ചും വലിയൊരു കാര്യം. പിന്നെ ജാതി സെൻസസും വോട്ടായി മാറിയിട്ടുണ്ട്. പ്രാദേശിക പാർട്ടികൾ അങ്ങനെ കരുത്ത് കാട്ടി. നമ്മളെപ്പോഴും പറയുന്നില്ല, പ്രാദേശിക പാർട്ടികൾക്ക് ഇവിടെ തന്ത്രങ്ങൾ, അവിടെയാണ് വലിയ വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറായത്. അത് UP-യിലൊക്കെ തന്നെ വളരെ പ്രകടമായിരുന്നു. അതൊക്കെ എന്തായാലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വാരാണസിയിൽ മോദി വിയർത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കുറഞ്ഞത് 3 ലക്ഷത്തിലധികം വോട്ടാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ ലക്ഷങ്ങളുടെ വോട്ടിൻ്റെ അല്ലെങ്കിൽ 4 ലക്ഷത്തിൽ നിന്നും വലിയ ഒരു കീഴ്പോട്ട് പോക്ക് എന്തായാലും മോദിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു. അതൊക്കെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പിന്നെ അയോധ്യയിലെ തിരിച്ചടി. അയോധ്യ എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 26 തവണ പബ്ലിക് മീറ്റിംഗിൽ വലിയ റാലികളിൽ നരേന്ദ്രമോദി അയോധ്യ അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഫൈസാബാദ് മണ്ഡലം പിടിച്ചെടുത്ത് SP അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന ആ മണ്ഡലം കൂടി കൈവിട്ടു പോകുമ്പോൾ കൃത്യമായ സൂചകം, കൃത്യമായ അടയാളപ്പെടുത്തലാണ് വരുന്നത്. മോദിയുടെ വർഗീയ പരാമർശങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെയും ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ആക്കം കൂട്ടി മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് വർഗീയ പരാമർശങ്ങളിലേക്ക് പോയി. വികസനത്തിൽ നിന്ന് തുടങ്ങി അത് ട്രാക്കിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ എത്രയോ വർഗീയ പരാമർശങ്ങൾ നമ്മൾ രാജ്യം കേട്ടു. അയോധ്യയിലെ രാമകൃഷ്ണൻ നമ്മൾ നേരത്തെ പരാമർശിച്ചതാണ്. അങ്ങനെ പാളിയ ഒരുപാട് തന്ത്രങ്ങളും നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം NDA സംബന്ധിച്ചോളം കഴിഞ്ഞ നാളുകൾ അവർക്ക് കറുത്ത ദിനങ്ങളായി മാറുമ്പോഴും ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിലൂടെ അവർക്ക് തിരികെ എത്താൻ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.